ഇനി നമ്മൾ പോകുന്നത് ആലപ്പുഴയിലേക്കാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകാത്ത മനോവിഷമത്തിൽ ആലപ്പുഴയിൽ UDF ബൂത്ത് പ്രസിഡന്റ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. കായംകുളം പത്യൂർ സ്വദേശി നിരണത്ത് സി ജയപ്രദീപാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. പറഞ്ഞുറപ്പിച്ച സീറ്റ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് നൽകുകയായിരുന്നു. വിവരങ്ങൾ സുധീഷ് ഗോപാൽ നൽകും. സുധീഷ്, ഇദ്ദേഹത്തിന്റെ ആരോഗ്യനില എങ്ങനെയുണ്ട്? അതാണ് ആദ്യം നമുക്കറിയേണ്ടത്. ജയപ്രദീപിന്റെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണ്. സാരമായ പരിക്കുകളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇതേ സാഹചര്യത്തിൽ തന്നെ മാനസികമായിട്ട് വലിയ രീതിയിലുള്ള വിഷമമാണ് ഇപ്പോഴും ജയപ്രദീപിന് അനുഭവിക്കേണ്ടി വരുന്നത്. അതാണ് ജയപ്രദീപ് പങ്കുവെക്കുന്നതും. 5ാം ക്ലാസ് മുതൽ KSU പ്രവർത്തകനായി വിദ്യാഭ്യാസ കാലത്ത് തന്നെ രാഷ്ട്രീയ ജീവിത പൊതുപ്രവർത്തനം ആരംഭിച്ച ജയപ്രദീപ് ഇപ്പോൾ ബൂത്ത് പ്രസിഡന്റായിട്ട് ഇരിക്കുകയായിരുന്നു. ആ വാർഡിലെ പ്രസിഡന്റായി ഇരിക്കുമ്പോൾ തന്നെയാണ് ജയപ്രദീപിനെ 23 പേരടങ്ങുന്ന ആ കമ്മിറ്റിയിലുള്ളവർ സ്ഥാനാർത്ഥിയായി തീരുമാനിക്കുന്നത്. അത് പാർട്ടി ഒരു ഘട്ടത്തിൽ അംഗീകരിക്കുകയും ചെയ്തതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോസ്റ്ററും ബാനറും അഭ്യർത്ഥനയും എല്ലാം അടിച്ച് പ്രചരണത്തിന് ഒരുങ്ങിയിരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ആ വാർഡ്, അതായത് ആലപ്പുഴ ജില്ലയിലെ പത്യൂർ പഞ്ചായത്ത് 19ാം വാർഡ്, ഈ വാർഡ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് മാറാനായിട്ട് കോൺഗ്രസ് നേതൃത്വം തീരുമാനിക്കുന്നു. ആ ഒരു ഘട്ടത്തിലാണ് ജയപ്രദീപ് പ്രചരണം ആരംഭിച്ച ഒരു ഘട്ടത്തിൽ ഇത്തരം ഒരു തീരുമാനം വന്നതാണ് മാനസികമായി ജയപ്രദീപിനെ തളർത്തിയത്. ഇതേ തുടർന്നായിരുന്നു ആത്മഹത്യാശ്രമം. ഈ ആത്മഹത്യാശ്രമത്തിന് മുൻപ് DCC പ്രസിഡന്റിനെ അടക്കം കണ്ട് ഈ കാര്യങ്ങൾ ബോധിപ്പിച്ചിരുന്നു. എന്നാൽ ഒരു ഗുണവും ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. ഈ ജയപ്രദീപിനെ സ്ഥാനാർത്ഥിയാക്കുന്ന കമ്മിറ്റിയിലും DCC അംഗങ്ങളായ 3 പേർ പങ്കെടുത്തിരുന്നു. ഇവർക്കെല്ലാം ബോധ്യമുള്ളതാണ് അവിടുത്തെ വാർഡ് കമ്മിറ്റിയുടെയും അവിടുത്തെ പ്രവർത്തകരുടെയും വികാരം ജയപ്രദീപ് സ്ഥാനാർത്ഥിയാകണം എന്നത് തന്നെയായിരുന്നു. എന്നാൽ അതിന് ഒരു പരിഗണനയും കൊടുക്കാതെ കേരള കോൺഗ്രസിന് ഈ സീറ്റ് വെച്ചു മാറുകയും ഇതേ സാഹചര്യത്തിൽ കേരള കോൺഗ്രസിന്റെ പ്രവർത്തകൻ അവിടെ UDF എന്ന ബാനറിൽ തന്നെ പ്രചാരണം ആരംഭിക്കുകയും ചെയ്ത ഒരു ഘട്ടത്തിലാണ് ജയപ്രദീപ് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നത്. ഇത്തരത്തിൽ പ്രവർത്തകരുടെ വികാരം ഉൾക്കൊള്ളാതെയുള്ള സ്ഥാനാർത്ഥി നിർണയം ആലപ്പുഴ ജില്ലയിൽ വ്യാപകമായി കോൺഗ്രസ് കൈക്കൊള്ളുന്നു എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസവും നമുക്കറിയാം ഒരു വാർഡ് കമ്മിറ്റി അപ്പാടെ തന്നെ BJPയിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിൻ്റെയും ഏറ്റവും പ്രധാന കാരണം അവിടുത്തെ മുതിർന്ന പ്രവർത്തകരെ അടക്കം അവഹേളിക്കുന്ന രീതിയിലായിരുന്നു സ്ഥാനാർത്ഥി നിർണയം. അവിടെ 21 പേരുള്ളതിൽ 19 പേരും പറഞ്ഞ സ്ഥാനാർത്ഥിയെ പരിഗണിക്കാതെ മറ്റൊരാളെ നിശ്ചയിച്ച ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ അവർ പാർട്ടി വിട്ടുപോകുന്ന സാഹചര്യം ഉണ്ടായത്. ഇവിടെ ജയപ്രദീപ് പാർട്ടി വിട്ടുപോകാനല്ല തയ്യാറായത്, സ്വന്തം ജീവൻ ഒടുക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് ജയപ്രദീപ് നടത്തിയത്. അത് പാർട്ടിയെ ഇപ്പോൾ വലിയ രീതിയിൽ പ്രതിരോധത്തിലുമാക്കിയിട്ടുണ്ട്. രാഹി, സുധീഷ്, ഈ ജയപ്രദീപ് അദ്ദേഹത്തിന്റെ അതൃപ്തി നേരത്തെ പാർട്ടിയെ ബോധിപ്പിച്ചോ? എന്താണ് അവരിൽ നിന്നുണ്ടായ പ്രതികരണം? അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ? രാഹി, അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. DCC പ്രസിഡന്റിനെ അടക്കം ഈ കാര്യങ്ങൾ നമുക്കിപ്പം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രാജീവ് വള്ളിയത്ത് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ രാജീവ് വള്ളിയത്ത്, ഈ കായംകുളത്ത് നിന്ന് വരുന്ന വാർത്തയുണ്ടല്ലോ, പത്യൂർ സ്വദേശി നിരണത്ത് സി ജയപ്രദീപ് അദ്ദേഹം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്നൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കുട്ടിക്കാലം മുതൽ കോൺഗ്രസിന് വേണ്ടി KSUവിന് വേണ്ടി പ്രവർത്തിച്ച് പിന്നീട് കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായ വ്യക്തിയാണ്. അദ്ദേഹത്തിന് പറഞ്ഞുറപ്പിച്ച സീറ്റ് നൽകിയില്ല, അദ്ദേഹത്തിന്റെ മാനസിക വ്യഥ പരിഗണിച്ചില്ല എന്നുള്ളതാണ്. അതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ ജീവനെടുക്കാനുള്ള ഒരു ശ്രമം നടത്തി എന്നുള്ളതാണ്. എങ്ങനെയാണ് താങ്കൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് അറിവുള്ള കാര്യം? ഒപ്പം എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? അദ്ദേഹം തന്നെയാണ് കോൺഗ്രസിന്റെ വാർഡ് കോൺഗ്രസ് കമ്മിറ്റി ഏകകണ്ഠമായിട്ട് തീരുമാനിച്ച സ്ഥാനാർത്ഥി അദ്ദേഹം തന്നെയാണ്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം പൂർണ്ണമായിട്ടും അവസാനിച്ചിട്ടില്ല. ചിഹ്നം ഒന്നും ഇഷ്യൂ ചെയ്തിട്ടില്ല. അതിന്റെ നടപടിക്രമങ്ങളൊക്കെ നടക്കുന്നതേ ഉള്ളൂ. അപ്പം അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഒരു ഉത്കണ്ഠ മാത്രമാണത്. അദ്ദേഹത്തിന്റെ വേറൊരു സ്ഥാനാർത്ഥിയുടെ ഫ്ലെക്സ് ബോർഡുകൾ കണ്ടപ്പോൾ അയാൾക്കൊരു വിഷമം തോന്നിയതാണ്, പെട്ടെന്നുണ്ടായ ഒരു വിഷമമാണ്. അല്ലാതെ വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും ഇദ്ദേഹത്തെയാണ് സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. ആ വിവരം അദ്ദേഹത്തെ ധരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം അതിനകത്ത് സംതൃപ്തനാണ്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് തന്നെ അദ്ദേഹത്തെ മത്സരിപ്പിക്കും. ഇപ്പം അദ്ദേഹത്തിന് പെട്ടെന്ന് വേറൊരു ഘടകകക്ഷിയുടെ സ്ഥാനാർത്ഥിയുടെ ഫ്ലെക്സ് ബോർഡുകൾ നമ്മുടെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെയോ വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെയോ അറിവില്ലാതെ വന്നതിലുള്ള പ്രയാസത്തിലാണ് അദ്ദേഹം അങ്ങനെ ഒരു കാര്യത്തിൽ മുതിർന്നത്. അപ്പൊ അദ്ദേഹത്തിനെ നമ്മൾ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അവിടെ വീട്ടിൽ ചെന്ന് കണ്ടു. അദ്ദേഹത്തിന് സീറ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയും ഏകകണ്ഠമായി അംഗീകരിച്ച ആ കോൺഗ്രസ് പ്രവർത്തകന് തന്നെ ആ വാർഡിലെ സ്ഥാനാർത്ഥിത്വം കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്.
അതായത് ശ്രീ രാജീവ് വള്ളിയത്ത്, നിലവിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർണ്ണമായിട്ടില്ല. ജയപ്രദീപ് തന്നെയാണ് അവാർഡിന്റെ സ്ഥാനാർത്ഥി എന്നാണ് താങ്കൾ പറയുന്നത് അല്ലേ? അതായത് അവിടെ ഫ്ലെക്സ് സ്ഥാപിച്ചത് പാർട്ടിയുടെ യാതൊരു അറിവുമില്ലാതെ മറ്റൊരു അല്ലേ? അങ്ങനെ വേണം മനസ്സിലാക്കാൻ. അതെ അതെ, പാർട്ടിയുടെ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റും മണ്ഡലം കമ്മിറ്റിയും അറിയാതെ വേറൊരു ആളുടെ UDF സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞൊരു ഫ്ലെക്സ് ബോർഡ് അവിടെ വാർഡിലെ വിവിധ ഭാഗങ്ങളിൽ വെക്കുകയുണ്ടായി ഒരു വ്യക്തി. ആ ബോർഡുകൾ സ്ഥാപിച്ചത് എന്തിനാണെന്ന് അദ്ദേഹത്തിന് അതിനകത്തൊരു ആശങ്ക ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് സീറ്റ് കിട്ടുമോ, അദ്ദേഹത്തിനെ മാറ്റിയിട്ട് ആ സ്ഥാനാർത്ഥിയെ ആക്കുവോ എന്നുള്ള ഒരു ആശങ്കയിലാണ് അദ്ദേഹം ഇത് ചെയ്തത്. അദ്ദേഹത്തിന്റെ ഈ ആശങ്ക നമ്മൾ വീട്ടിൽ ചെന്ന് അദ്ദേഹമായിട്ട് സംസാരിച്ചു, അത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ശരി, ഇത്തരത്തിൽ ഒരു ഫ്ലെക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അന്വേഷണം നടത്തിയിരുന്നോ താങ്കൾ? നടത്തിയിരുന്നപ്പോൾ അവിടെ ആലപ്പുഴ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി, ജില്ലാ കോർ കമ്മിറ്റിയും ഘടകകക്ഷിയായ ജോസഫ് ഗ്രൂപ്പിന് ഒരു സീറ്റ് ഈ മണ്ഡലത്തിൽ കൊടുക്കാം എന്നൊരു ധാരണ ഉണ്ടായിട്ടുണ്ട്. അത് 19-ാം വാർഡാണ് എന്ന് പറഞ്ഞിട്ടില്ല. 19-ാം വാർഡ് കൊടുക്കാമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് എന്നാണ് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ശരി, അപ്പൊ അത് ആ വിവരം ഈ മണ്ഡലം പ്രസിഡന്റായ എന്നെ ഈ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയോ മേൽഘടകത്തിലുള്ള ഒരു ഘടകങ്ങളും മണ്ഡലം പ്രസിഡന്റ് എന്ന നിലയിൽ എന്നെ അറിയിച്ചിട്ടില്ല. അപ്പൊ അറിയിക്കാതെ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ നിലവിൽ ഇപ്പോൾ വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ തീരുമാനം നടപ്പാക്കുക എന്നുള്ളതാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് ചെയ്യാനുള്ളത്. ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ഇന്ന് മണ്ഡല കമ്മിറ്റി 6 മണിക്ക് വിളിച്ചിരിക്കുകയാണ്. ആ കമ്മിറ്റിയിൽ ഈ കാര്യം ചർച്ച ചെയ്തതിനു ശേഷം ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കും. ശരി, ശ്രീ രാജീവ് വള്ളിയത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റാണ്. അദ്ദേഹമാണ് ഈ വാർത്തയോട് പ്രതികരിച്ചത്. സുധീഷ്, ഈ വാർത്ത സുധീഷ് ലൈനിലുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. സുധീഷ്, താങ്കൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടു കാണും. അദ്ദേഹം പറയുന്നത് പാർട്ടിയുടെ യാതൊരു അറിവുമില്ലാതെ അവിടെ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചു, ഒരു സീറ്റ് വാഗ്ദാനം ചെയ്തിരുന്നു, അക്കാര്യം അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഈ വാർഡാണ് എന്ന് പറഞ്ഞിരുന്നില്ല. ഇത്തരത്തിൽ ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടതിലുണ്ടായ മാനസിക വ്യഥയാണ് എന്ന് അദ്ദേഹം സ്ഥിരീകരിക്കുന്നുണ്ട്. എന്തായാലും സ്ഥാനാർത്ഥി ഇദ്ദേഹം തന്നെയായിരിക്കും, അതായത് UDF ബൂത്ത് പ്രസിഡന്റ് തന്നെയാണ് അദ്ദേഹം. നിരടത്ത് C ജയപ്രദീപ് അദ്ദേഹം തന്നെയായിരിക്കും സ്ഥാനാർത്ഥി. പ്രഖ്യാപനം പൂർണ്ണമായിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. രാഹി, ഇതിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് DCC പ്രസിഡന്റിനെ അടക്കം ജയപ്രദീപ് പോയി കണ്ടത്. അപ്പോൾ 19-ാം വാർഡ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് തന്നെ നൽകും, അതിൽ മാറ്റം ഉണ്ടാകില്ല എന്ന് അറിയിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ജയപ്രദീപ് ഇത്തരം ഒരു കടുങ്കൈക്ക് മുതിർന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഈ 19-ാം വാർഡ് ഘടകകക്ഷിക്ക് കൊടുക്കുന്നത് സംബന്ധിച്ച് മണ്ഡലം പ്രസിഡന്റിനോട് ഒന്നും തന്നെ ആലോചിക്കുകയോ കൃത്യമായി ധരിപ്പിക്കുകയോ ചെയ്യേണ്ട മാന്യത കോൺഗ്രസ് ജില്ലാ നേതൃത്വം കാണിച്ചില്ല എന്നത് തന്നെയാണ് ഇപ്പോൾ മണ്ഡലം പ്രസിഡന്റ് വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നതും. അതുകൊണ്ട് തന്നെ അങ്ങനെ കെട്ടിയിറക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കാനില്ല എന്ന ഒരു നിലപാട് തന്നെയാണ് മണ്ഡലം പ്രസിഡന്റ് അടക്കമുള്ളവർ സ്വീകരിച്ചിട്ടുള്ളത്. ജയപ്രദീപിന്റെ സ്ഥാനാർത്ഥിത്വം വാർഡ് കമ്മിറ്റി കൂടി ഐകകണ്ഠ്യേന തീരുമാനിച്ചതാണ്. ആ തീരുമാനം DCC അടക്കം അറിയിക്കുകയും ചെയ്തിരുന്നതാണ്. എന്നാൽ മറിച്ച് 19-ാം വാർഡ് കേരള കോൺഗ്രസിന് ഘടകകക്ഷിക്ക് കൊടുക്കാനുള്ള തീരുമാനം മറിച്ച് കീഴ്ഘടകങ്ങളെ അറിയിക്കുന്നതിൽ ജില്ലാ ഘടകം അതിൽ വലിയ പരാജയമായി. അവർ കൃത്യമായി അറിയിച്ചില്ല. ഇവരോട് കൂടി ആലോചിക്കാതെയാണ് ഇത്തരത്തിലൊരു വാർഡ് വിഭജനത്തിന് ഇല്ലെങ്കിൽ വാർഡ് സീറ്റ് നൽകാത്ത മനോവിഷമത്തിൽ ആലപ്പുഴയിൽ UDF ബൂത്ത് പ്രസിഡന്റ് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന വാർത്തയാണ് പുറത്തുവന്നത്. കായംകുളം പത്തിയൂർ സ്വദേശി ജയപ്രദീപാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത്. എന്തായാലും ഒരു തരത്തിൽ അദ്ദേഹവുമായി നേതൃത്വം ചർച്ച നടത്തിയിട്ടുണ്ട്. അദ്ദേഹം തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇതോടുകൂടി ഈ വിഷയം കെട്ടടങ്ങുമെന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുമുണ്ട്. സുധീഷ് ഗോപാലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.